ഈ സർക്കാർ തുടങ്ങുന്നത് ഓരോ ഫയലിലും ഒരു ജീവിതമുണ്ട് എന്ന തലവാചകത്തോടു കൂടിയാണ്. ഓരോ ജീവിതത്തിലും ഒരു ഫയലുണ്ട് എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. പക്ഷേ ആ ഫയൽ സൂക്ഷിക്കുന്നത് ക്രൈം ഡിപ്പാർട്ട്മെൻറ്റിലും പോലീസ് സ്റ്റേഷനിലും മോർച്ചറിയിലുമൊക്കെയാണ് എന്നതാണ് അതിൻ്റെ വ്യത്യാസം. പത്തനാപുരത്തെ സുഗതൻ ഇപ്പോൾ ഒരു ഫയലാണ്. അഴീക്കോട്ടിലെ സാജനും ഇപ്പോൾ ഒരു ഫയലാണ്. സാജൻ എന്ത് തെറ്റ് ചെയ്തു എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. യഥാർത്ഥത്തിൽ കേരളത്തിൽ മുഴുക്കെ ഇത്തരത്തിലുള്ള വാർത്തകൾ സാജന്റെ മരണത്തോടു കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ആകെ ചെയ്ത ഒരു തെറ്റ് നമ്മൾ രാഷ്ട്രീയ പാർട്ടിക്കാരെ അവർ വിശ്വസിച്ചു എന്നതാണ്. CPM ഒരു കേഡർ പാർട്ടിയാണ്. ആ പാർട്ടിക്ക് ചില സിസ്റ്റങ്ങളുണ്ട്. പി ജയരാജേട്ടൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങളിത് അന്വേഷിച്ചു. അങ്ങനെ അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും നിൽക്കുമ്പോൾ പാർട്ടി അന്വേഷിക്കേണ്ട കാര്യമില്ല. എന്നാലും പറയുന്നു ഞങ്ങൾ അന്വേഷിച്ചു, അത് കൊടുക്കണമെന്ന് പറഞ്ഞു. അതിന് അധികാരമൊന്നും നമുക്ക് പാർട്ടിക്കാർക്കാരും തന്നിട്ടില്ല. പക്ഷേ അതാണ് സിസ്റ്റം, നമ്മളുടെ പറയാത്ത രേഖപ്പെടുത്താത്ത സിസ്റ്റം അതാണ്. ആ അർത്ഥത്തിൽ അന്ന് അദ്ദേഹം പോയി കണ്ടത് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ജയരാജനെയാണ്. അത് കണ്ടതിന് ഒറ്റ കാരണത്തിന്റെ പേരിലാണ് ആ മനുഷ്യന് അദ്ദേഹത്തിന്റെ സ്ഥാപനം അനുമതി ലഭ്യമാകാതെ അദ്ദേഹം ആത്മഹത്യയിലേക്ക് എത്തിയത് എന്നതാണ് ഇപ്പോൾ മൊത്തം പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നത്. അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, MV ഗോവിന്ദനെ കണ്ടിരുന്നെങ്കിൽ ഇതുപോലെ ഒരു ഗതികേട് എനിക്ക് വരുമായിരുന്നില്ല. അദ്ദേഹം ജയരാജന്റെ വീട്ടിൽ കല്യാണത്തിന് പോയി, മകന്റെ കല്യാണത്തിന് പോയി തിരിച്ചു വന്ന് ഭാര്യയോട്, ഇന്നലെ ഭാര്യ ഞങ്ങളോട് പറഞ്ഞതാണ്, തിരിച്ചു വന്നപ്പോ അവര് പറയാണ്, അയ്യോ കഷ്ടായിപ്പോയി ഞാൻ പോയത്, മറ്റേ ആളുകൾ എന്നെ കണ്ടു അവിടെ, ഇനി എന്റെ ഫയൽ നീങ്ങാൻ വലിയ പ്രയാസമാണ്, ഞാൻ പോകരുതായിരുന്നു എന്ന് അവര് പറഞ്ഞു എന്നാണ്. ഇവിടെ ഇത് കണ്ണൂരിൽ ഇതെന്തൊരു കഷ്ടമാണ്. ജയരാജനോട് ലോഗ്യം കൂടിയാലും മരിക്കും, അദ്ദേഹത്തെ എതിർത്താലും മരിക്കുമെന്ന അവസ്ഥ. ഇതൊക്കെ എന്തൊരു കഷ്ടമാണ്. നിങ്ങളുടെ പാർട്ടിക്കകത്തുള്ള മൂപ്പള തർക്കം തീർക്കാനല്ല ഈ രാജ്യത്തെ ജനങ്ങൾ നിങ്ങൾ വലിച്ചഴക്കേണ്ടത്. നാത്തൂൻ പോലും അമ്മായിമ്മ പോലും തീർക്കാനുള്ള സ്ഥലമല്ല പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയും എന്ന് ദയവ് ചെയ്ത് ഒരു പാർട്ടി കൊണ്ട് ഭരിക്കുന്നവരും മനസ്സിലാക്കണം. ഭാര്യയുടെയും മക്കളുടെയൊക്കെ പേരക്കുട്ടികളൊക്കെ ഒരുമിച്ചിരുന്ന് കൈയിട്ട് വാരുമ്പോൾ ആർക്കു മുമ്പിലാണ് മനുഷ്യൻ ഒരു അനുമതിക്ക് വേണ്ടി കുനിയേണ്ടതെന്നും ചൊറിയേണ്ടതെന്നും ദയവ് ചെയ്ത് ഒരു പ്രോട്ടോകോൾ ഗസറ്റ് നിങ്ങൾ പുറത്തിറക്കണം എന്ന് ഞാൻ വിനീതമായി ഗവൺമെന്റിനോട് പറയാൻ. നിരന്തരമായി മാനസികമായ പീഡനം നടത്തിയെന്ന് ഓരോ ദിവസവും വാർത്ത വരികയാണ്. അനുമതി കിട്ടിയാലും ഭാവിയിൽ നടത്താൻ കഴിയില്ല എന്ന് എന്നോട് ചേട്ടൻ പറഞ്ഞു എന്നാണ് ആ സ്ത്രീ പറയുന്നത്. കാരണം ഗോവിന്ദൻ മാഷ്ക്കും ഭാര്യക്കും അവിടെ ശ്യാമളക്കും വല്ലാത്ത സ്വാധീനമുള്ള മേഖലയാണ്. ഇനി അനുമതി കിട്ടിയാലും അവരെന്നെ ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കും. 18 കോടി രൂപ ഞാൻ മുടക്കി ആ സ്ഥാപനത്തിന് വേണ്ടി. പക്ഷെ അവരത് തകർത്ത് കളയും, അവരത് ആക്രമിച്ചു കളയും. ഇനി അവരെന്നെ കൊന്നുകളയുമോ എന്ന് ചേട്ടൻ ഇടക്കിടക്ക് ചോദിക്കുമായിരുന്നു എന്ന് ആ സ്ത്രീ ഇന്നലെ ഞങ്ങളോട് പറയുന്നു. പാർട്ടിക്ക് തിരിച്ചു നൽകി കൈയൊഴിഞ്ഞാലോ എന്ന് ഒരു വേള അയാൾ ചോദിച്ചു അത്രേ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, സാധന എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ അദ്ദേഹത്തിന് ഒരു അവാർഡ്, ഏറ്റവും നല്ല പ്രവാസി എന്ന നിലയ്ക്ക് ഒരു അവാർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം അവിടെ എല്ലാവരെയും സഹായിക്കുന്ന, എന്നാൽ സജീവമായി CPM-ന് വേണ്ടി പ്രവർത്തിക്കുന്ന, ഈ തെരഞ്ഞെടുപ്പിൽ ശ്രീമതി ടീച്ചർക്ക് വേണ്ടി വോട്ട് ചോദിച്ച് വീടുകൾ കയറി ഇറങ്ങിയ ഒരു സാധു കമ്മ്യൂണിസ്റ്റുകാരനാണ്. അനുമതി കിട്ടാത്തത് കൊണ്ട് മാത്രം മരിക്കുമോ എന്ന് നിസ്സാരമായി ചോദിക്കുന്നുണ്ട് ചിലർ. അങ്ങനെ ഒന്ന് ആത്മഹത്യ ചെയ്യുന്നവൻ ഭീരുവാണ്. പക്ഷെ അങ്ങനെ പറയരുത് സാർ. അത് ചോദിക്കുന്ന ചോദ്യം എന്താണെന്നറിയോ നിങ്ങൾ? ഓരോ ദിവസവും അല്ലെങ്കിൽ മാസപ്പടിയായി പാവങ്ങളുടെ കയ്യിൽ നിന്ന് പിരിവ് നടത്തി മെമ്പർഷിപ്പിന്റെ മുടക്കല്ലാതെ ജീവിതത്തിൽ ഒന്നുമല്ലാതെ ജീവിക്കുന്നവർക്ക് ഒരുപക്ഷെ അങ്ങനെ ചോദിക്കാൻ പറ്റും. പക്ഷേ ജീവിതം മുഴുവൻ വിദേശത്ത് കൊണ്ടുപോയി ഹോമിച്ച് എല്ലാ വേർപ്പും ചെലവഴിച്ച് ഉണ്ടാക്കിയ പണം മുഴുവൻ തീർന്നു. അവസാനം ബാങ്കിലെ അവസാനത്തെ പണവും തീർന്നപ്പോ അവസാനം അയാൾ 19ാമത്തെ തവണ ശ്യാമളയുടെ അടുത്ത് പോവാണ്, മുനിസിപ്പൽ ചെയർപേഴ്സന്റെ അടുത്ത് പോവാണ്. അപ്പൊ പറഞ്ഞൊരു വാദമുണ്ട്, നിങ്ങൾ മെനക്കെടണ്ട, വെറുതെ നടക്കണ്ട, കാലിലെ ചെരുപ്പ് തേയണ്ട, ഞാൻ ഈ കസേരയിൽ ഉള്ളിടത്തോളം നിങ്ങൾ ലഭ്യമാക്കാൻ പോകുന്നില്ല. അങ്ങനെ അവസാനം 10 കോടി രൂപക്ക് തീരേണ്ടിയിരുന്ന പ്രൊജക്ട് തീർന്നില്ല. അവസാനം തീരുന്നത് 18 കോടി രൂപക്കാണ്. കാരണം ഉണ്ടാക്കിയ കാലതാമസം, മെറ്റീരിയലുകൾക്ക് വന്നിട്ടുള്ള വിലവർധന, ആ ഒരുപാട് തടസ്സങ്ങൾ 10 കോടി 18 കോടിയായി, എല്ലാം തീർന്നു. അങ്ങനെ അവസാനം ഒരു രക്ഷയുമില്ലാത്ത 20ാമത്തെ തവണ ഈ മനുഷ്യൻ ആ ഓഫീസ് കയറി ഇറങ്ങാൻ. ആ സമയത്ത് പറഞ്ഞു, ഇനി രക്ഷയില്ല, ദയവ് ചെയ്ത് നിങ്ങളിതൊന്ന് അനുവദിച്ചു തരണം. അതിന് പറഞ്ഞ വാദം എന്താണെന്നറിയോ നിങ്ങൾ? അതവിടെ ഒരു സ്തൂപമായി നിൽക്കട്ടെ എന്നാണ്. എന്തൊരു ധിക്കാരമാണ് സാർ! ഒരു മനുഷ്യന്റെ ജീവിതം മുഴുവൻ ഹോമിച്ചുണ്ടാക്കിയ, അത് മുഴുവൻ പണം ചെലവഴിച്ചുണ്ടാക്കിയ ഒരു സ്ഥാപനത്തെ എത്ര നിസ്സാരമായിട്ടാണ് അധികാര കസേരയിൽ ഇരിക്കുന്ന ഒരാൾ പറയുന്നത് അതവിടെ സ്തൂപമായി നിൽക്കട്ടെ എന്നാണ്. അന്ന് ചേട്ടൻ നിരാശനായിട്ടാണ് വീട്ടിലെത്തിയത്. ഭാര്യയോടും ശ്യാമള പറഞ്ഞു, ഭാര്യ പറഞ്ഞു, ഞാൻ പോയിട്ട് ശ്യാമളയുടെ കാല് പിടിക്കാം. നിങ്ങൾ ഓർക്കണം, നമ്മളൊരു വോട്ടിന് വേണ്ടി എത്ര പേരുടെ കാല് പിടിക്കാൻ നടക്കുന്നു. ആ പാവങ്ങള് അവസാനം അവരുടെ ഒരു അനുമതിക്ക് വേണ്ടി ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഒരു വയലേഷനും ഇല്ല. എന്നിട്ട് പറയാണ്, ഞാൻ പോയിട്ട് ശ്യാമളയുടെ കാല് പിടിക്കാം. എന്നെ പുറത്തു വിടാറില്ല അധികമൊന്നും ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ഭർത്താവ് സാജൻ. പക്ഷേ അവസാനം എന്നോട് പറഞ്ഞു, നീ ഒന്ന് പോയി നോക്ക്,
അന്ന് രാത്രിയിൽ എഴുന്നേറ്റ് പറഞ്ഞു, നീ പോകണ്ട, നീ പോയി കാല് പിടിച്ചാൽ അപമാനിക്കപ്പെടുമെന്നല്ലാതെ ഇതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് അയാൾ പറഞ്ഞു. അങ്ങനെയാണ് ആ മനുഷ്യൻ എല്ലാ തരത്തിലുള്ള ഫ്രസ്ട്രേഷനും ബുദ്ധിമുട്ടുകളുടെയും ഒടുക്കത്തിലാണ് അയാൾ ആത്മഹത്യ ചെയ്യുന്നത്. ആത്മഹത്യ ചെയ്യുന്നത് ഭീരുക്കളാണെന്നും അവർ ദുർബലരാണെന്നും നമ്മൾ പറയാറുണ്ട്. പക്ഷേ അത് അങ്ങനെ പറയരുത് സാർ. എല്ലാവർക്കും ഒന്നും ഇരട്ടച്ചെമ്പുണ്ടാവില്ല. അത് അപൂർവ ആളുകൾക്ക് മാത്രം ഉണ്ടാവുന്നവരാണ്, പ്രത്യേകിച്ച് പാവം പ്രവാസികൾ. അവർ പ്രവാസികളെ നമുക്കറിയാം, നമ്മളെപ്പോലെ അത്ര ശക്തിയല്ല അവർക്ക്. അവരവിടെ പോയി കഷ്ടപ്പെട്ട് ജീവിതത്തിലെ ദുരിതങ്ങൾ അനുഭവിച്ച് അവരങ്ങ് നാട്ടിൽ വന്ന് ഈ കാറ്റൊന്ന് കൊള്ളാൻ വേണ്ടി നാട്ടിലേക്ക് തിരിച്ചു വരുന്ന പാവങ്ങളാണ്. നമ്മളെപ്പോലെ ശക്തി അവർക്ക് ഉണ്ടാവില്ല, അവർക്ക് അതിനുള്ള കരുത്തുണ്ടാവില്ല. ദുർബല മനസ്സായിരിക്കും അവരുടേത്. അവരെയാണ് ഒരു പെർഫ്യൂമിന്റെ മണം മതി നമ്മളുടെ മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും നമ്മളുടെ പഞ്ചായത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥന്മാരുടെ നിയമങ്ങൾ കൂടുതൽ കേൾക്കാൻ. ഒരു നല്ല പെർഫ്യൂമിന്റെ മണം കിട്ടുമ്പോഴേക്കും റൂൾസ് വന്നു, റെഗുലേഷൻസ് വന്നു. അത് വരുമ്പോഴേക്കും ഒരു പ്രവാസിയെ എങ്ങനെ ബുദ്ധിമുട്ടിക്കാമെന്ന് റിസർച്ച് നടത്തുകയാണ് നമ്മുടെ നാട്ടിലെ ഉദ്യോഗസ്ഥ മണ്ഡലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്.